നമസ്കാരം. ഡിവൈൻ ഡിവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിക്ക് പവർഫുള്ളായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു വഴിപാടാണ്. വരാഹി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വസ്തു വച്ചിട്ട് ചെയ്യുന്ന ദീപമാണിത്. നിങ്ങളൊരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്, ഒരു പ്രശ്നത്തിലിരിക്കുന്നു, ഇമ്മീഡിയറ്റ് ആയിട്ട് ഹെൽപ്പ് വേണം, താങ്ങാനാവാത്ത ഒരു വേദന അനുഭവിച്ചിട്ടിരിക്കുന്നു, അതിനൊരു സൊല്യൂഷൻ പെട്ടെന്ന് വേണം, അമ്മേ എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരൂ എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ വന്ന് നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും. ഇപ്പോൾ ചില പേർക്ക് വന്നിട്ട് ഒരു ഡൗട്ട് വരും. ദൈവത്തിൻ്റെ മുന്നേ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ചിലത് നടക്കുന്നു, ചിലത് നടക്കുന്നില്ല. എന്നാൽ ഇന്നും ചിലർക്ക് വന്നിട്ട് ഞാൻ എന്ത് കേട്ടാലും അത് നടക്കുന്നേ ഇല്ല. ചില പേർക്ക് വന്നിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതേ നിർത്തി, എനിക്കൊന്നും നടക്കുന്നില്ല. ഓരോരുത്തർക്കും ഓരോരോ മാതിരി കരുത്താണ് ഇരിക്കുന്നത്. ഇതിൽ വന്നിട്ട് ലോജിക്കായിട്ട് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അതിനുപരി പ്രാക്ടിക്കൽ എന്നൊരു വിഷയം ഇതിനിരിക്കുന്നുണ്ട്. യാഥാർത്ഥ്യം എന്നത് വരാഹി അമ്മയോട് ചോദിക്കുന്ന കാര്യം ന്യായമായതാണെങ്കിൽ വരാഹി അമ്മ അത് തീർച്ചയായും ചെയ്തു തരും. മറ്റുള്ളവരെ ദ്രോഹിക്കാതെ, കള്ളവും കപടവുമില്ലാതെ എന്ത് നിങ്ങൾ അമ്മയോട് ന്യായമായ കാര്യം ആവശ്യപ്പെട്ടാലും ജെനുവിനാണോ എങ്കിൽ അമ്മ അത് തീർച്ചയായും നിങ്ങൾക്ക് ചെയ്തു തന്നിരിക്കും. അതിൽ നിങ്ങൾക്ക് യാതൊരുവിധ സംശയവും വേണ്ട. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പക്കത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തോളുക. അപ്പോൾ നോട്ടിഫിക്കേഷനായി ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങളിൽ എത്തുന്നതാണ്. പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടൊന്നും വരികയില്ല. വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ കമൻറ്റിൽ വന്ന് ഡൗട്ടായിട്ട് ചോദിക്കുമ്പോൾ നിങ്ങളത് പൂർണ്ണമായും കണ്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്, അല്ലേ? വേറൊരു വിഷയം എന്താ വെച്ചാൽ നമ്മുടെ മനസ്സിനെ അറിയാം, ഇത് ദൈവത്തിനോട് പ്രാർത്ഥിച്ചാൽ നടക്കില്ല. അതിനുപരി അത് നമ്മൾക്ക് കിട്ടിയാലും അത് നമ്മുടെ ലൈഫിന് സെറ്റ് ആവുകയുമില്ല. ഇത് കിട്ടിയാൽ നമ്മുടെ ലൈഫ് ഒരു പോരാട്ടമായിട്ട് മാറും. അതായത് ആ പോരാട്ടം, ആ പ്രശ്നത്തെ നമ്മളെ വിളിച്ചു വരുത്തി കൊണ്ടുവരുന്ന മാതിരി ഇരിക്കും. ഇത് നിങ്ങൾക്ക് മനസ്സിലായും നിങ്ങളെ അറിഞ്ഞ് അമ്മയോട് പ്രാർത്ഥിക്കുന്നതാണ്. എന്നാൽ അത് തെറ്റെന്ന് നിങ്ങൾക്കും നന്നായിട്ട് പൂർണ്ണ ബോധ്യമുണ്ട്. സോ ന്യായമായ കാര്യങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുക. ന്യായമെന്ന് അമ്മയ്ക്ക് തോന്നിയാൽ അമ്മ ഒരു കാരണത്താലും നോ പറയുകയേയില്ല. ജീവിതത്തിൽ മുന്നേറണം, എനിക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകണം, ജയിക്കണം അമ്മേ, എനിക്ക് തുണയായി അമ്മ വന്നിരിക്കണമേ, കാവലായി ഇരിക്കണമേ, എന്നെ ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചാൽ അമ്മ നിങ്ങൾക്ക് മുന്നേ പോയി നിന്ന് തന്നെ സപ്പോർട്ട് ചെയ്യും. നല്ല ന്യായമായ കാര്യങ്ങൾക്ക്, ആവശ്യങ്ങൾക്ക് നിങ്ങൾ അമ്മയോട് പ്രാർത്ഥിച്ചോളുക. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, അത് മനസ്സിലാക്കി നടക്കില്ലാത്തത് ചോദിക്കുമ്പോൾ നിങ്ങൾ 100 ടൈംസ് ആലോചിക്കുക. ദൈവത്തെ ബ്ലെയിം ചെയ്യുന്നത് പോലെ ആവും അത്. മനസ്സിലാക്കുക, ഞാൻ ചോദിച്ചിട്ടും എനിക്ക് ചെയ്തു തന്നില്ല എന്ന് അമ്മയുടെ മേലെ നിങ്ങൾ പഴിചാരും. ഇതെല്ലാം ഞാൻ പറയുന്നതിന് കാരണം എന്താ വെച്ചാൽ ചില സഹോദരിമാർ എനിക്ക് മെസ്സേജ് ചെയ്ത് പറയുന്നത്, ചേച്ചി എനിക്കേ അറിയാം ഇത് നടക്കില്ല എന്ന്, ഇരുന്നാലും ഞാൻ വരാഹി ദേവിയെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ചോദിക്കുന്നു, എനിക്കും അറിയാം നടക്കില്ലെന്ന്, എന്നാലും അമ്മയോട് ചോദിക്കുന്നെന്ന്. ഇത് എന്താ വെച്ചാൽ കുഞ്ഞുങ്ങളുടെ കയ്യിൽ നമ്മൾ കത്തി കൊടുക്കുന്നതിന് ഈക്വലാണ് ഈ ചെയ്യുന്നത്. നമ്മൾ എന്താവശ്യപ്പെട്ടാലും നമുക്ക് ഏത് നല്ലതോ അത് മാത്രമേ ദേവി നമുക്ക് ചെയ്തു തരികയുള്ളൂ. എത്ര അടം പിടിച്ച് അടമൻ്റായിരുന്നാലും
എത്ര കരഞ്ഞു പറഞ്ഞാലും ശരി, നിങ്ങളുടെ ജീവിതത്തിന് ഇത് തന്നാൽ നല്ലതായിട്ട് ഇരിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നിയാൽ മാത്രമേ അമ്മ അത് നിങ്ങൾക്ക് തരികയുള്ളൂ. സോ അത് കൊടുത്താൽ, മീൻസ് അത് നിങ്ങൾക്ക് അമ്മ തന്നാൽ നിങ്ങളുടെ ലൈഫ് നല്ല ഇരിക്കില്ല എന്ന് മനസ്സിലാക്കിയാൽ അമ്മ അത് എങ്ങനെയാണ് നിങ്ങൾക്ക് തരുന്നത്? അതൊന്നും നോക്കാതെ നിങ്ങൾ കരഞ്ഞു പറയുന്നത് കണ്ടിട്ട് അമ്മ നിങ്ങൾക്ക് അത് തന്നാൽ നിങ്ങൾക്ക് കഷ്ടം വരും. അവിടെയും നിങ്ങൾ എന്ത് ചെയ്യും? അമ്മയെ തന്നെ പഴിചാരും. അമ്മ എൻ്റെ ലൈഫ് നശിപ്പിച്ചു, അമ്മ എന്തിനെനിക്കിത് തന്നു, അമ്മയ്ക്ക് അറിയാമല്ലോ ഇത് തന്നാൽ ഞാൻ നല്ലതായിട്ട് ഇരിക്കുമോ ഇല്ലയോ എന്നുള്ളത്, അതിനാൽ എന്തിനാണ് ഇതെനിക്ക് ചെയ്തത്? അപ്പോഴും എന്താ അവിടെ സംഭവിക്കുന്നത്? നിങ്ങൾ അമ്മയെ തന്നെ വഴക്ക് പറയും. സോ ഇത് വന്നിട്ട് നമ്മളെല്ലാം സാധാരണ മനുഷ്യർ, നമ്മുടെ ദേഷ്യമെല്ലാം നമ്മൾ കൊണ്ടുപോയി ആരുടെ മേലെയാണ് വയ്ക്കുന്നത്? ദൈവത്തിൻ്റെ മേലെ. അപ്പോൾ അവിടെയും അമ്മയുടെ തലയിൽ തന്നെ അത് വരും. അതിനാലെയാണ് ഞാൻ റിപ്പീറ്റഡ്ലി പറയുന്നത്, നിങ്ങൾ ന്യായമായ വിഷയങ്ങൾ വിശ്വാസത്തോടെ അമ്മയോട് ചോദിക്കുക. അമ്മ അത് തീർച്ചയായും നിങ്ങൾക്ക് ചെയ്തു തരും. ഇനി ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന പരിഹാരം വന്നിട്ട്, അതായത് തീർക്കാൻ പറ്റാത്ത ഒത്തിരി കഷ്ടത്തിലിരിക്കുന്നു, നമ്മളെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്, ഒരു വലിയ പെയിൻ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു, വലിയ വേദനയോടെയാണ് ഇരിക്കുന്നത്, ഒരു അസുഖത്താലെ കഷ്ടപ്പെടുന്നു, അതേമാതിരി വിഷയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ പരിഹാരം നിങ്ങൾ ചെയ്തോളുക. ഇത് നല്ല രീതിക്ക് വർക്കൗട്ട് ആകുന്നതാണ്. എന്താച്ചാൽ വരാഹി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു വസ്തു വെച്ചിട്ട്, അതായത് ഏത് വസ്തു എന്നാൽ സ്വീറ്റ് പൊട്ടറ്റോ മീൻസ് മധുരക്കിഴങ്ങ് വച്ചിട്ട് ചെയ്യുന്ന ഒരു വഴിപാടാണിത്. മധുരക്കിഴങ്ങ് ഏതളവിന് വരാഹി അമ്മയ്ക്ക് ഇഷ്ടമുള്ള വസ്തുവാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ നല്ലതായിട്ട് അറിയാവുന്നതാണല്ലോ. അമ്മയുടെ ദിവസമായ പഞ്ചമി തിഥിയിൽ വഴിപാടിനായിട്ട് ഫേസ്റ്റിൽ വേണ്ട സാധനം മധുരക്കിഴങ്ങാണ്. കാരണം അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. ഇനി മധുരക്കിഴങ്ങ്, സ്വീറ്റ് പൊട്ടറ്റോ എന്താണെന്ന് അറിയാത്തവരുണ്ടാകാം. അവർക്ക് വന്നിട്ട് ഇത് സൂപ്പർ മാർക്കറ്റിലോ മല്ലിക്കടയിലോ വെജിറ്റബിൾ ഷോപ്പിലോ എല്ലായിടത്തും വാങ്ങാൻ കിട്ടുന്നതാണ്. ഈ വഴിപാട് ചെയ്യാനായിട്ട് നിങ്ങൾ മധുരക്കിഴങ്ങ് തലേ ദിവസമേ വാങ്ങിക്കൊണ്ട് വയ്ക്കുക. കാരണം എന്താ വെച്ചാൽ ഈ വഴിപാട് ചെയ്യേണ്ടത് അതിരാവിലെയാണ്, ബ്രഹ്മമുഹൂർത്ത സമയത്തിന് ചെയ്യേണ്ട വഴിപാട്. ആ സമയത്തിന് ചെയ്യുന്നതാണ് അത്യുത്തമം. ഇനി ആ സമയത്ത് ചെയ്യാൻ പറ്റില്ല വെച്ചാൽ 6 മണിക്ക്, രാവിലെ 6 മണിക്ക് മുന്നേ ആയിട്ട് ചെയ്യുക. ഈ സമയവും വിട്ടാൽ പിന്നെ ഈവനിങ് ആഫ്റ്റർ 7 PM, 7 മണിക്ക് മേലെ രാത്രി 12 മണി വരെ നിങ്ങൾക്ക് ഈ വഴിപാട് ചെയ്യാവുന്നതാണ്. ഒത്തിരി ശക്തിയുള്ള വരാഹിയമ്മയ്ക്ക് ചെയ്യുന്ന ഒരു വഴിപാടാണിത്. ഇതിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, രാവിലെ എണീറ്റ് കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രങ്ങൾ ധരിച്ച് ബ്രഹ്മമുഹൂർത്ത സമയത്ത് കിഴങ്ങെടുക്കുക. എന്നിട്ട് ഈ കിഴങ്ങിൻ്റെ തോല് വന്നിട്ട് ചീകിയെടുക്കുക. അത് കഴിഞ്ഞ് ഇതിനെ 2ആയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് കിഴങ്ങിൻ്റെ സെൻട്രലിൽ ഒരു ഹോളിട്ടിട്ട്, മീൻസ് കിഴങ്ങിൻ്റെ നടുക്ക് കുഴിച്ച് ഒരു കുഴിയിടുക. അവിടെ ഓയിലൊഴിക്കുക. എന്നിട്ട് തിരിയിട്ട് ദീപം വയ്ക്കുക. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ്, വ്യക്തതയോടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്കിത് ചെയ്ത് കാണിച്ചു കൂടെ തരുന്നത്. ഈ ദീപം വച്ചിട്ട് നിങ്ങൾ എന്ത് ചോദിച്ചാലും, ഏതാഗ്രഹം പറഞ്ഞാലും അമ്മ അത് നടത്തി തരും. ഇനി ഈ ദീപം എത്ര ദിവസം വയ്ക്കണമെന്ന് ചോദിച്ചാൽ, അടുപ്പിച്ച് കുറഞ്ഞത് നിങ്ങളൊരു 3 ദിവസം വച്ചോളുക, കൂടിയത് 7 ദിവസം, അതിനപ്പുറം വയ്ക്കണമെന്നില്ല. ഈ കിഴങ്ങ് ദീപം എന്നത് ഏത് പ്രശ്നത്തിനും പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് കൊടുക്കുന്ന ഒന്നാണ്. 7 ദിവസമോ 3 ദിവസമോ അത് നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡേയിൽ തന്നെ ഒരു ചില പേർക്ക് റിസൾട്ട് കിട്ടിയേക്കാം. മധുരക്കിഴങ്ങ് എന്നത് അത്രയ്ക്കും മഹിമയുള്ള ഒരു വസ്തുവാണ്. ഇത് മാത്രമല്ല, ഈ കിഴങ്ങ് ദീപം വയ്ക്കുന്നതിനാൽ വീട്ടിനുള്ളിൽ വരുന്ന വഴക്ക്, നെഗറ്റീവ് എനർജി, അതർ പ്രോബ്ലംസ് എല്ലാമേ മാറിക്കിട്ടും. ഒരു ചില പേര് ദോഷമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ?
ഭയങ്കര ദോഷത്തിലിരിക്കുന്നു, ഇത്രയും നാളേക്ക് ശ്രദ്ധിക്കണം, ജാഗ്രതയിലിരിക്കണം എന്ന് പലരും ആ സിറ്റുവേഷനിൽ ഇരിക്കുന്നവരുണ്ട്. അങ്ങനെ ഇരിക്കുന്നവർക്കെല്ലാം ഈ ദീപം വെച്ചാൽ ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടിയിരിക്കും. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ദീപമാണിത്. വരാഹി ദേവി എന്ന് കേട്ടാലേ ഫസ്റ്റിൽ ഓർമ്മയിൽ വരുന്നത് നമുക്ക് ഈ സ്വീറ്റ് പൊട്ടറ്റോയാണ്. പിന്നെ ഇത് ഏത് ഡേ വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. പഞ്ചമി തിഥി, അമാവാസ്യ, പൗർണമി, അഷ്ടമി, അങ്ങനെ ഏത് തിഥിയിൽ വേണമെങ്കിലും. ഇതൊന്നും പറ്റാത്ത ദിവസമാണെങ്കിൽ ചൊവ്വ, വ്യാഴം, ഞായർ ഈ ദിവസങ്ങളിൽ നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്തോളുക. ഇതുമല്ല, നിങ്ങൾക്ക് പെട്ടെന്നൊരു പ്രോബ്ലം വന്നു, ഈ വഴിപാട് ചെയ്യണമെന്ന് മനസ്സിൽ തോന്നിയാൽ ദിവസവും കാലവും നേരവും ഒന്നും നിങ്ങൾ നോക്കേണ്ട, നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. പക്ഷേ അപ്പോഴും ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ നിങ്ങൾ ചെയ്യുക. പറഞ്ഞല്ലോ 3 ദിവസം അല്ലെങ്കിൽ 7 ദിവസം. ഇതിൽ നിങ്ങൾ ആദ്യമേ ഒരു തീരുമാനത്തിലെത്തുക. അമ്മയോട് പ്രാർത്ഥിക്കുക, അമ്മേ ഞാൻ 3 ദിവസം അതല്ലെങ്കിൽ 7 ദിവസം. പക്ഷേ അങ്ങനെ അമ്മയോട് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡേ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാലും നിങ്ങൾ നിർത്തരുത്. ചെയ്തോളാം എന്ന് പറയുന്ന ആ ദിവസങ്ങൾ വരെ ചെയ്യുക. ഈ ദീപം വെച്ചാൽ കുറഞ്ഞത് അരമണിക്കൂർ, ഹാഫ് ആൻ അവർ ദീപം കത്തിയിട്ടേ ഇരിക്കണം. ഈ അരമണിക്കൂർ ദീപം അണയാനേ പാടില്ല. ഈ അരമണിക്കൂറാണ് നിങ്ങളുടെ മുന്നിലുള്ള സമയം. ഈ സമയത്തിന് അമ്മയോട് നിങ്ങൾ ചൊല്ലേണ്ട ഒരു മന്ത്രമുണ്ട്. ഈ മന്ത്രം ചൊല്ലി നിങ്ങൾ അമ്മയെ വിളിച്ചുകൊണ്ടേയിരിക്കുക. ഈ മന്ത്രം 9 തവണയാണ് നിങ്ങൾ അമ്മയോട് ചൊല്ലേണ്ടത്. മന്ത്രം ഇതാണ്: ഓം ശ്രീ ബൃഹത് വാരാഹേ നമഃ. 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 അമ്മയ്ക്ക് പ്രിയപ്പെട്ട മധുരക്കിഴങ്ങ് ദീപവും വെച്ച് അമ്മയുടെ മന്ത്രവും ചൊല്ലി ഈ നേരത്ത് എന്ത് ചോദിച്ചാലും അമ്മ അത് നിങ്ങൾക്ക് തന്നിരിക്കും. മധുരക്കിഴങ്ങ് ദീപം എന്നത് വരാഹി അമ്മയെ നിങ്ങൾക്കടുത്ത് വരാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കും. എപ്പോഴും അമ്മയ്ക്ക് പിടിച്ച ഇഷ്ടപ്പെട്ട ഒരു വസ്തുവാണ് സ്വീറ്റ് പൊട്ടറ്റോ എന്നത്. അമ്മയ്ക്ക് പിടിച്ച ഒരു പൊരുൾ വച്ച് നമ്മൾ അമ്മയോട് ചോദിക്കുമ്പോൾ, അമ്മയ്ക്കിഷ്ടപ്പെട്ടത് അമ്മയ്ക്ക് നമ്മൾ കൊടുക്കുമ്പോൾ മനസ്സ് സന്തോഷത്താൽ അമ്മ അത് നമുക്ക് വാരിക്കോരി തരുന്നത് പോലെ ചെയ്തു തരും. അതിനാൽ ഈ വിഷയം അറിഞ്ഞുകൂടാത്തവർ അറിഞ്ഞോളുക. തീർച്ചയായും എപ്പോഴേലും ഇത് നിങ്ങൾക്ക് യൂസ് ആകും. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും സിക്കായിട്ട് ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ കിഴങ്ങ് ദീപം വെച്ചോളുക. തീർച്ചയായും നിങ്ങൾക്കതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുന്നതാണ്. ഒരു മാറ്റം വന്നിട്ട് നിങ്ങൾക്ക് തീർച്ചയായും വന്നു ചേരുന്നതാണ്. മാത്രമല്ല, ഏതെങ്കിലും ഒരു കാര്യം ഒത്തിരി നാളായിട്ട്, അതായത് നീണ്ട വർഷമായിട്ട് നടക്കുന്നില്ലെങ്കിൽ അതിനുകൂടെ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. നല്ലൊരു ഡിഫറൻസ് നിങ്ങൾക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ദീപം കണ്ടല്ലോ, എന്ത് മനോഹരമായിരിക്കുന്നു. ഇതിൽ ഒന്ന് പറയാൻ വിട്ടത്, നിങ്ങൾ കിഴങ്ങ് ഹോളിട്ടതിന് ശേഷം എണ്ണ ഒഴിച്ചിട്ട് അപ്പുറം ചന്ദനവും കുങ്കുമവും കൊണ്ട് പൊട്ടുകൂടെ തൊടിയിക്കുക. പറയാൻ മറന്നുപോയതാണ്, അതുകൂടെ ചെയ്തോളുക. ഇങ്ങനെയാണ് കിഴങ്ങ് ദീപം വെക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ കിഴങ്ങ് ദീപം വെച്ചല്ലോ, ഇനി അരമണിക്കൂർ നേരം ഇത് കത്തിയിട്ടേ ഇരിക്കണം. ഈ ദീപം അണഞ്ഞ ശേഷം തിരിയെടുത്തിട്ട് നമ്മൾ
കാൽപ്പെടാത്ത ഇടത്തിൽ വേണം എറിഞ്ഞു കളയാനായിട്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ പൊട്ടറ്റോ നമ്മൾ 4 പീസായിട്ട് കട്ട് ചെയ്യണം. അതും എടുത്തിട്ട് കാൽപ്പെടാത്ത ഇടത്തിൽ തന്നെ എറിഞ്ഞു കളയുക. ഈ 4ആയിട്ട് കട്ട് ചെയ്യുന്ന പൊട്ടറ്റോയുടെ 4 പീസും ഒരു ഇടത്തിൽ തന്നെ ഇടുക. അത് വന്നിട്ട് ആരും ചവിട്ടാത്ത ഇടത്തിലായിരിക്കണം. അതല്ലാച്ചാൽ ഓടുന്ന, അതായത് ഒഴുക്ക് വെള്ളത്തിലേക്കും നമുക്ക് എറിഞ്ഞു കളയാവുന്നതാണ്. ഇങ്ങനെ വേണം ആ സ്വീറ്റ് പൊട്ടറ്റോയെ നമ്മൾ ഡിസ്പോസ് ചെയ്യാനായിട്ട്. ഇത് ഡൗട്ട് ചോദിക്കും, അതിനാലെയാണ് ഞാൻ പറയുന്നത്. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചോളുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളുക. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.